കൃഷ്ണകുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോകലിനാണ് കേസ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? മകളുടെ സ്ഥാപനം അവിടെ നിന്ന് അവിടുത്തെ ജീവനക്കാർ 3 പേര് ചേർന്ന് കഴിഞ്ഞൊരു 9 മാസമായിട്ടാണ് തോന്നുന്നു ഉദ്ദേശം 69 ലക്ഷം രൂപയാണ് കണക്കിലൂടെ മാത്രം, ഇതിൽ ക്യാഷ് മറ്റൊന്നും പെടുന്നില്ല, ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് തെളിവ് സഹിതം പിടിച്ചിരിക്കുന്ന സംഭവം. ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവരാദ്യം പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. കുറച്ച് പൈസ കൊണ്ട് തരുന്നു. ഈ പൈസ കൊണ്ട് തരാൻ വേണ്ടി ഇവിടെ വന്നത് ആദ്യം അവരുടെ ഫ്ലാറ്റിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാണ് പൈസ തരുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ സഹിതം പോലീസിലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ കൊണ്ടുവന്ന് ആദ്യം ഇതുവരെ പരാതി കൊടുത്തിരുന്നു. നമ്മൾ ഈ പൈസ കിട്ടിയതിന് ശേഷം ബാക്കി പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞാണ് ഇവർ പോകുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയതിന് ശേഷം രാത്രി ഇവരെൻ്റെ മകളെ വിളിച്ച് ത്രട്ടൻ ചെയ്തു. ഇങ്ങനെയാണ്, നിങ്ങളിനി പരാതിക്ക് പോകരുത്, ഇനി സോഷ്യൽ മീഡിയയിൽ ഇട്ടരുത്, ഇട്ടാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സൂക്കറ് മനസ്സിലായി, ഇവൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിന് എന്നെ നേരിട്ടുണ്ട് പരാതി കൊടുക്കുന്നു. അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിലോട്ട് കൊടുക്കുന്നു. ഇവരും രാത്രി ഭീഷണിപ്പെടുത്തിയിരുന്നു. അതെ, ഇവിടെ വന്ന് സംസാരിച്ച് പോയതിന് ശേഷം, കാരണം നമ്മുടെ സർവ്വത്ര തെളിവും കിട്ടിയെന്ന് അവർക്ക് പിടികിട്ടി. അപ്പോൾ ഈ പരാതിക്ക് ശേഷം അവരൊരു കൗണ്ടർ പരാതി നമുക്കെതിരെ കൊടുത്തു. അതിനകത്താണ് അവർ പറയുന്നത് ഇവരെ ഞങ്ങൾ ഏതോ സ്ഥലത്തുനിന്ന് അജ്ഞാത കേന്ദ്രത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. അപ്പം നമ്മളീ പറയുന്നത് ഈ കുറ്റം ചെയ്ത വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ഉണ്ട്, ഇതെല്ലാത്തിനും ഡിജിറ്റൽ എവിഡൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പോലീസ് എടുത്താൽ പറ്റും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഞങ്ങൾ ബാങ്കിൽ പോയി നോക്കിയപ്പോൾ ഇതിൽ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ 34 ലക്ഷം രൂപ വന്നു പോയിരിക്കുന്നു. അപ്പോൾ എല്ലാവിധ തെളിവുകളും സഹിതമാണ് നമ്മൾ പോലീസിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പോലീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മ്യൂസിയം സ്റ്റേഷനിൽ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു, അയച്ചു കൊടുത്തിരിക്കുന്നു. തുടക്കത്തിൽ ഇതൊരു എത്രയും രൂപ 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു, നിങ്ങൾ ആദ്യം അറിഞ്ഞില്ലായിരുന്നു? സ്വാഭാവികമായിട്ട് എന്താ പറ്റുന്നറിയോ, അറിയേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഇവളുടെ ഒരു ആരോഗ്യ കാരണത്താൽ ഇവൾക്ക് ഈ ഗർഭിണിയായതിനു ശേഷം ഉണ്ടായ സിക്നസ് വരും പ്രഗ്നൻസി ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ആശുപത്രിയും വീടുമായിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് പലപ്പോഴും ഈ കുട്ടികളുമായിട്ട് വളരെ അടുപ്പം 3 പെൺകുട്ടികളും ഇവളുടെ ഓരോ ഫംഗ്ഷൻസിൻ്റെ ഇൻസ്റ്റാ വീഡിയോസൊക്കെ നോക്കിയാൽ മതി, ഇവരുടെ സൈഡിൽ നിൽക്കുന്ന കുട്ടികൾ ഇവർ അത്ര സ്നേഹം. അപ്പോൾ ഇവരെ അങ്ങ് വിശ്വസിപ്പിക്കുന്നു. ഇവർ പറയുന്നത് എന്ത് പറയാനാ ചേച്ചി, ആരും വരുന്നില്ല, ഇന്ന് ബിസിനസ് ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീഡിയോസൊക്കെ ഇട്ട് നോക്കുമ്പോൾ കച്ചവടം നടന്നിരിക്കുന്നു, പിന്നിട്ടും പൈസ വന്നിട്ടില്ല. ഇങ്ങനത്തെ വിഷയം വന്നതാണ്. പിന്നെ ഓഡിറ്റർ പറഞ്ഞു ഇതിലൊരു വേരിയേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഈ പിടുത്തം വീണ് തുടങ്ങുന്നത്. ഇത് പിടിച്ച ശേഷം തന്നെ അവരോട് ചോദിച്ചിരുന്നു ഇത്ര രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്താണ് ചെയ്തത്? അപ്പോൾ അവരുടെ ഭാഗത്ത് മറുപടി അവർ സമ്മതിച്ചു, കംപ്ലീറ്റ് സമ്മതിച്ചു. അങ്ങനെയാണ് ഇവർ 8,82,000-3,000 രൂപ ഒരു 3 മണിക്കൂറിനകം പോയി എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ ഇവരുടെ പൈസ ഇരിപ്പുണ്ട്. ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടുന്നത്? അവർ വേണേൽ പറയും സ്വർണ്ണം പണയം വെച്ച് മറ്റേന്നൊക്കെ പറയുമായിരിക്കും. എങ്ങനെയായാലും ഈ സ്വർണ്ണം എവിടെ തോന്നുന്നു? കാരണം രേഖകളിലുണ്ട് ഈ കുട്ടികൾ സ്വർണ്ണം വാങ്ങിച്ചിരിക്കുന്ന റീഗൽ ജുവലേഴ്സ് എന്നൊരു കടയുടെ ഡീറ്റെയിലും നമുക്ക് കിട്ടി. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ഒരു കുട്ടി തന്നെയാണ് ഈ കുട്ടിയെ തുടർന്ന്, അതായത് ആദ്യം ഇതിനകത്ത് ഒരു കുട്ടി വർക്ക് ചെയ്തു. ആ കുട്ടി ഈ ബിസിനസ് നന്നായപ്പോഴത്തേക്ക് ആ കുട്ടിയും ചേച്ചി എൻ്റെ 2 ബന്ധുക്കളുണ്ട്, ഇവളല്ലേ ഇവളൊരു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. കാരണം അമ്മായി ഇവളെക്കാൾ ഇളയതാ, ഇവളിവരെ ഭയങ്കര സ്വന്തം ആൾക്കാരെ പോലെ കൊണ്ടു കിടന്നു. പരാതി കള്ളമാണെന്നാണ്? അല്ല, പരാതി എന്ന് വെച്ചാൽ പരാതി നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചു തെളിവുകൾ വേണം, നമ്മൾ എല്ലാ തെളിവുകളും കൊടുത്തിരിക്കുന്നു. ഈ തെളിവ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തെളിവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങളത് കാണണം, ഇത് കേൾക്കുന്നവരും കാണണം. സർവത്ര വീഡിയോ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരാം. തിരിച്ച് ഞാൻ വേറൊരു കാര്യം പറയുന്നു, ഇവരൊരു വീഡിയോ അയച്ചു തരട്ടെ, ഇവരെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് എവിടെ നിന്നെങ്കിലും കയറ്റുന്നതോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറക്കി കെട്ടിക്കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ കെട്ടിയിട്ട് ഇടിക്കുന്നതോ എന്തെങ്കിലും ഒരു സാധനം വീഡിയോ ഇവർ ഇറക്കട്ടെ. കാരണം ഇല്ലാത്ത കാര്യം എങ്ങനെ കൊണ്ടുവരും? എന്തോ ഇല്ല, നമ്മൾ വൈകാത്തതിന് കൻഷൻ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, ഈ 3 പെൺകുട്ടികൾ എൻ്റെ മക്കളെക്കാൾ എളുപ്പമാണ് ഇവർ. മാത്രമല്ല കല്യാണം കഴിച്ച് കുടുംബമായിട്ട് പോകുന്നവർ. നമ്മൾ പരാതിക്ക് പോയില്ല, കാരണം ഇവർ സമ്മതിച്ചു പൈസ തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വേറെ ലെവലിലോട്ട് ഇവർ കൊണ്ടുപോകണം, നമുക്ക് നാളെ അപകടമാവും പരാതി കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ ഭയങ്കര തട്ടിക്കളയുന്നൊന്നുമല്ല. രാത്രി വിളിക്കും. ഈ ഒന്നാമത് അസമയങ്ങളിൽ കോൾ വരിക, വന്നു കഴിഞ്ഞിട്ട് ഭാഷകൾ മാറും. നീ മറ്റേ പരാതി കൊടുത്താലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഫോണ് നമുക്ക് വിശ്വസിക്കാന്ന് വെച്ചാൽ ഇവരുടെ ഫോണിൽ നിന്ന് വരുന്നു. പക്ഷെ അതിൽ ശബ്ദമെല്ലാം കേട്ടിടത്തോളം ഇതിലൊരു കുട്ടിയുടെ ഭർത്താവുണ്ട്, ആദർശ്, അവനാണ് ഈ വിളിച്ചിരിക്കുന്നത്. കാരണം ഫോൺ നമ്പറൊക്കെ നമ്മുടെ ഇരിക്കുക. അപ്പം നമ്മളിത് ഇവരായിരിക്കാനേ വിശ്വാസം. പിന്നെ ഇതിനിടയ്ക്ക് അന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെ ഒരാൾ വന്നു. അത് എനിക്ക് പേരറിയില്ല, ശ്രീവരാഹത്തുള്ളൊരു നേതാവാണെന്നൊക്കെ പറയുന്നു. എന്തോ ഗജം മനോജ് എന്നൊക്കെ അവിടെ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു. അപ്പോൾ ആ പുള്ളിയൊക്കെയാണ് അവിടെ ഇരുന്ന് ഇവർക്ക് വേണ്ടി വരുന്നത്. അത് ഏത് പാർട്ടിയുടെ ആളെന്ന് പോലും എനിക്കറിയത്തില്ല. ഇവർ എല്ലായിടത്തും നമുക്ക് പോലീസുമായിട്ട് ഞാൻ പോകുമ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിൽ പെരുമാറും. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഈ മ്യൂസിയം CIയുടെ വളരെ മോശമായൊരു പെരുമാറ്റം. ചെന്ന ദിവസം തൊട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്ന പോലില്ല. എല്ലാം അല്ല, AC ഒക്കെ ആദ്യം ഏറ്റവും നല്ല രീതിയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല, അവരൊക്കെ അതിൻ്റേതായ രീതിയിലാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും. ഇന്നും ഇത് കഴിഞ്ഞും പലരും എന്നെ വിളിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു.
അപ്പം നമ്മൾ പരാതി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇതുവരെ എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല എനിക്കെതിരെ ഇങ്ങനെ വാറണ്ട് ഇട്ടിരിക്കുന്നു, അല്ല കുടുംബത്തിനെതിരെ ജാമ്യമില്ല വാറണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള സംഭവം. അപ്പോൾ ഈ ചാനലിൽ പലരും വന്നപ്പോൾ സുഹൃത്തുക്കൾ വിളിക്കുന്നു. പിന്നെ നമുക്ക് മാധ്യമങ്ങളിൽ നമുക്ക് സൗഹൃദം കിടക്കില്ല. അവർ വിളിച്ചു പറഞ്ഞു കൃഷ്ണകുമാർ ഇന്നതാണ് വകുപ്പ്, അതെന്താ ശനി ഞായറുമാണ്, നിങ്ങൾ അകത്താക്കും. ഞാൻ പറഞ്ഞു അകത്താവാൻ വിധിയുണ്ടെങ്കിൽ നമ്മൾ അകത്തായേ പറ്റും, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭയവും ഇല്ല. ഇപ്പോൾ അകത്ത് പോയി കിടക്കാൻ എത്ര പേര് കിടക്കുന്നു, നമ്മുടെ വിധി അതാണ്, പോയി കിടക്കും, അതിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്കപ്പോൾ ചെയ്യാവുന്ന ഒറ്റ വഴിയുള്ളൂ, ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് നമ്മൾ സമീപിക്കുക. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പരാതി കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. വളരെ വളരെ എനിക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന തരത്തിലാണ് അവരുടെ നിന്ന് സംസാരം ഉണ്ടായത്. ആ ഓഫീസിനോട് പൂർണ്ണമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത് 9 മാസത്തിനകത്ത് നടത്തിയിരിക്കുന്ന തിരിമറിയാണ്. ഇതിൽ തന്നെ നമുക്ക് തെളിവുള്ളതാണ് ഈ 69 ലക്ഷം. തെളിവില്ലാത്തത് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങളുടെ വീഡിയോ എവിഡൻസ് ഉണ്ട്. അവിടെ നിന്ന് ക്യാഷായിട്ട് വാങ്ങിച്ചിരിക്കുന്നതും സ്റ്റോക്ക് പോയിരിക്കുന്നതും ഇതൊന്നും നമ്മൾ പരാതി കൊടുത്തിട്ട് കാര്യമില്ല, കാരണം തെളിവില്ല. പക്ഷേ ഇപ്പോഴും ഒരു അന്യായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി തെറ്റ് ചെയ്തു തെളിവുണ്ടായിട്ടും തെറ്റ് ചെയ്തു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പരാതിപ്പെട്ട ഞങ്ങളെ ഹരാസ് ചെയ്യുന്ന നടപടി ഒരു ഉദ്യോഗസ്ഥൻ്റെ നിന്ന് വരുന്നു. അതാണ് അതെ. കാരണം അദ്ദേഹം ഇല്ല സംസാരിക്കാറില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല അദ്ദേഹത്തോട്. നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ചിലരോട് ഇഷ്ടം അല്ലെങ്കിൽ ചിലരോട് ദേഷ്യം വരും. അത് ചിലപ്പോൾ ഞാനൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ രാഷ്ട്രീയ ഐഡിയോളജി വേറെ ആയിരിക്കാം. നമുക്കിപ്പോഴും പുള്ളിയുടെ ദേഷ്യമില്ല. അന്നും ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ മൊഴി കൊടുത്തിട്ടും ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തു. ഞാൻ നമസ്കാരം സുഖമല്ലേ. കാരണം നമ്മളങ്ങനെ വളർന്നവരാണ്. നമുക്കിപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം അതിനകത്താണ്. നമ്മളവരെ കണ്ടാൽ മിണ്ടാതെ പോകും. രാഷ്ട്രീയപരമായി നമ്മൾ പ്രത്യയശാസ്ത്രപരമായി നമ്മൾ എതിർക്കുന്ന ഇലക്ഷൻ സമയത്തൊക്കെ അല്ലാതെ ഈ അങ്ങനെ അസംബ്ലിക്കകത്ത് എല്ലാവരും കൂടി ഒരുമിച്ചല്ലിരിക്കുന്നത്. പണ്ട് ശ്രീനിവാസൻ സിനിമയിൽ പറയുന്നില്ലേ, ഈ വഴി കിടന്ന ആൾക്കാരെ കത്തിക്കുത്തും മറ്റും ചെയ്യുന്നു, നേതാക്കൾ ഒരുമിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കുത്തിയ ചരിത്രമുണ്ടോ? ഇല്ല. ഇതൊക്കെ തെറ്റായ സംഭവങ്ങൾ. രാഷ്ട്രീയം മറ്റേത് യൂണിഫോമിൽ നിൽക്കുന്ന ആൾ കാണിക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഇതിനകത്ത് എൻ്റെ കാര്യം മാത്രമാണ് അതൊരു രാഷ്ട്രീയപരമായ ഇതെന്ന് പറയാം. ഇത് ഒരു തെറ്റും ചെയ്യാത്ത 3 കുട്ടികൾക്ക് ജോലി കൊടുത്ത് ഇത്രയും കാലം അവരെ വളർത്തിയ എൻ്റെ മകൾ ഉൾപ്പെടെ എൻ്റെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, അങ്ങനെ ഒരു ക്രൈമിൻ്റെ ഒരു അംശം പോലും ചെയ്ത ഒരു തെളിവില്ല എൻ്റെ കുടുംബത്തിൽ ആർക്കും. എൻ്റെ മക്കൾക്കോ അല്ലെ മകൾ കല്യാണം കഴിച്ച മരുമകനോ ആർക്കെങ്കിലും ഈ രാഷ്ട്രീയപരമല്ലാതെ എൻ്റെ കുടുംബത്തിൻ്റെ ആർക്കെങ്കിലും ഒരു പരാതി നിങ്ങൾ പറയട്ടെ, എവിടെയെങ്കിലും സ്റ്റേഷനിൽ. അപ്പോൾ ഇങ്ങനെ വന്ന ചില സമയമുണ്ട്, നമ്മുടെ സമയം ദോഷം നമ്മൾ വിചാരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും കരുതുന്ന സമയ ദോഷത്തിൻ്റെ അല്ല, ഇതെന്തോ വലുത് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ കാണുന്നു. ഗൂഢാലോചന അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നു? ചില സമയങ്ങൾ നമ്മൾ സംശയിച്ചു. കാരണം ഈ കുട്ടികൾ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ തുറയിലുള്ള, നിങ്ങൾ ആലോചിക്കുക, ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നു, ശമ്പളവും മറ്റ് അലവൻസും എല്ലാം കൂടി ഒരു 15,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവരുടെ കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെ കുറച്ച് കാണുകയല്ല, എല്ലാ മനുഷ്യർക്കും ശക്തിയുണ്ട്. പക്ഷേ എവിടെയോ എന്തൊരു സംശയം തോന്നുന്നു, ആരോ ഇവരുടെ പുറകിൽ ഉണ്ട്. അന്ന് തന്നെ സ്റ്റേഷനിൽ വന്ന ഒരു നേതാവെന്ന് പറയപ്പെടുന്ന ആൾ, നേതാവായിട്ട് എനിക്ക് തോന്നിയില്ല, അയാൾ പോലും ആരോ അയച്ചതാണ്, വേറെന്തോ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരിക്കുന്ന സ്ഥിതിക്ക് അവരത് അന്വേഷിക്കും. ഇതിനൊരു ന്യായമായ ഒരു അവസാനം ഉണ്ടാവും. കുറ്റിപ്പിടിയില്ല. കാരണം എപ്പോഴും ഇന്ന് ലോകത്തിൻ്റെ ഒരു തകരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ പലരും വരുന്നു. തെറ്റ് ചെയ്തവർ പൂർണ്ണമായി, നിങ്ങൾ മാധ്യമത്തിൽ നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്, ന്യായം ഇതല്ല, എന്നിട്ടും അന്യായത്തിന് സപ്പോർട്ട് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെവിടെയോ ഒരു തകരാറ് ഭൂമിയിൽ തന്നെ ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളത് ഓരോരുത്തരും ആലോചിക്കണം. ഇത്തരം തെറ്റുകളെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ അന്യായത്തിനെതിരെ വേണം സംസാരിക്കാൻ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ജയിൽ, അറസ്റ്റ് പറഞ്ഞ ഇതൊന്നും എനിക്ക് ഭയമില്ല. പക്ഷേ അന്യായത്തിനാണ് ഇപ്പോൾ ഇവിടെ ന്യായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പോയേ പറ്റൂ. തീർച്ചയായിട്ടും 8,82,000 രൂപ. ഇവിടെ വെച്ചാൽ അതൊന്നുമല്ല, എല്ലാം സമ്മതിച്ച് ഞങ്ങൾ ചെക്കായിട്ട് ഇത്ര തരം ഞാനും വിചാരിച്ചു പോട്ട് ക്ഷമിച്ചു കൊടുക്കാം. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന വല്ല വെള്ളത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പുറത്തേക്ക് വിളിക്കുന്നത്, ഇതൊക്കെയാണ് സ്വയം മണ്ടത്തരം കാണിക്കുക. അല്ലെങ്കിൽ അവർക്കും നല്ലൊരു ജീവിതം, നമുക്കൊരു സമാധാനം കിട്ടിയേനെ. അതെ, അത്രേ ഉള്ളൂ. അതാണ്. താങ്ക് യു. നന്ദി. ഇതൊക്കെയാണ് എന്തായാലും ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഇത് തികച്ചും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ ഒരു കേസാണ്. തനിക്കെതിരെയുള്ള കേസ്, താൻ കൊടുത്ത കേസിന്റെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേസ് മാത്രമാണ് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.